കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗമാർ രാജേഷിനെതിരെ കോടതിയലക്ഷ്യ കേസെടുത്ത് ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരായ പരാമർശത്തിന്റെ പേരിലാണ് കേസ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു പരാമർശങ്ങൾ. സർവകലാശാല കേസുകൾ കേൾക്കുന്നത് സംഘപരിവാർ അനുഭാവികളാണ് എന്നായിരുന്നു പരാമർശം. കേരള സർവകലാശാല രജിസ്ട്രാറുടെ ഹർജിയുമായി ബന്ധപ്പെട്ടായിരുന്നു പരാമർശം. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ ഒരു പരാമർശത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി കേസെടുത്തിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗവും അതോടൊപ്പം തന്നെ മുൻ MLA-യുമായിട്ടുള്ള ആർ രാജേഷിനെതിരെയാണ് ഹൈക്കോടതി സ്വമേധയാ ക്രിമിനൽ കോടതിയലക്ഷ്യ കേസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് DK സിംഗിന്റെ ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം നേരത്തെ രജിസ്ട്രാറുടെ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചില വിമർശനങ്ങൾ ഉന്നയിച്ചതിന് തൊട്ട് പിന്നാലെ ഇടത് സൈബറിടങ്ങൾ ജഡ്ജിമാർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള അപകീർത്തികരമായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ആർ രാജേഷിന്റെ പോസ്റ്റായിരുന്നു. ഹൈക്കോടതിയിലുള്ളത് നീതിദേവതയാണ്, കാവിക്കൊടി ഏന്തിയ സ്ത്രീയല്ല, അതുമാത്രമല്ല സർവകലാശാല കേസുകൾ പരിഗണിക്കുന്നത് സംഘപരിവാർ അനുകൂലികളായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരമുള്ള പരാമർശങ്ങളായിരുന്നു ആർ രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും കഴിഞ്ഞ ദിവസം രജിസ്ട്രാറുടെ ഈ പിൻവലിക്കൽ അപേക്ഷ, അതായത് ഹർജി പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ അപേക്ഷ പരിഗണിച്ച സമയത്ത് ജസ്റ്റിസ് DK സിംഗിന്റെ ബെഞ്ച് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ, അതായത് ഈ സ്വമേധയാ ക്രിമിനൽ കോടതിയലക്ഷ്യ കേസ് എടുത്തതായിട്ടുള്ള ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോടതിയുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ആർ രാജേഷ് ഫേസ്ബുക്കിൽ അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സ്വമേധയാ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുന്നുവെന്നും ഹൈക്കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഹർജി, അതായത് ഈ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജഡ്ജിമാരെ അധിക്ഷേപിക്കാൻ എങ്ങനെ ധൈര്യം വന്നു, അതുമാത്രമല്ല എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, കൂടാതെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പോസ്റ്റിലൂടെ സമ്മർദ്ദം ചെലുത്താമെന്നുള്ള ഒരു ശ്രമമാണോ രാജേഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടി വരും എന്നുള്ള നിലപാടായിരുന്നു ജസ്റ്റിസ് DK സിംഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സ്വമേധയാ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ച സാഹചര്യത്തിൽ ഇനി അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി രാജേഷിനോട് വിശദീകരണം തേടും. കൃത്യമായിട്ടുള്ള മറുപടി നൽകാത്ത പക്ഷം മറ്റ് നടപടികളുമായിട്ട് ഹൈക്കോടതി മുന്നോട്ട് പോവുകയും ചെയ്യും. സുരേഷ്, രേഷ്മ ബാബു ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.